പണ്ടത്തെ പേര്. അപ്പോൾ അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയയുടെ ആ ഒരു ഭർത്താവിനോടുള്ള ഭക്തിയും ഒക്കെ വളരെ പ്രസിദ്ധമാണല്ലോ. അപ്പോൾ ആ കാലത്ത് അവിടെ മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴ പെയ്യാതിരുന്ന സമയത്ത് അത്രി മഹർഷി മഴ പെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ ഹിമാലയത്തിലേക്ക് പോയി. അപ്പോൾ ഹിമാലയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭാര്യ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള ഒരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ അനസൂയാദേവി അദ്ദേഹത്തെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. കാരണം ജനനന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ അത്രി മഹർഷി ഹിമാലയത്തിലേക്ക് പോയി. അപ്പോൾ ഈ വിവരം നാരദർ വഴി ലക്ഷ്മി, അതുപോലെ സരസ്വതി, പാർവതി ദേവിമാർ അറിയാനിടയായി. അപ്പോൾ അവർ അനസൂയയുടെ ഭർത്താവിനോടുള്ള ആ ഭക്തി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ പോകുന്നതിന് മുമ്പ് അനസൂയാദേവി ഭർത്താവിൻ്റെ കാൽ കഴുകിയ വെള്ളം എടുത്ത് സൂക്ഷിച്ചിരുന്നു. തൻ്റെ ഒരു ശക്തിക്ക് വേണ്ടിയിട്ട് ആ ഒരു വെള്ളം അവരെടുത്ത് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ലക്ഷ്മിയും അതുപോലെ സരസ്വതിയും പാർവതിയും അവരുടെ ഭർത്താക്കന്മാരെ ഭൂമിയിലേക്ക് അയച്ചു, അനസൂയയുടെ അടുത്തേക്ക് അയച്ചു. അപ്പോൾ അവർ സന്യാസിമാരുടെ വേഷത്തിലാണ് എത്തിയത്. അവരെത്തിയിട്ട് ഭിക്ഷ ചോദിച്ചു. അനസൂയ ദേവി ആ ഒരു ഭിക്ഷ കൊടുക്കാൻ വേണ്ടി ഒരുങ്ങി ചെന്ന സമയത്ത് സന്യാസിമാർ അവരോട് വിവസ്ത്രയായിട്ട് വേണം അവർക്ക് ഭിക്ഷ കൊടുക്കാനെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ അനസൂയാദേവി ഭർത്താവിൻ്റെ കാൽ കഴുകിയ വെള്ളത്തിലേക്ക് നോക്കി ഒരു നിമിഷം പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിയുമ്പോഴേക്ക് ഈ 3 ദേവന്മാരും കൈക്കുഞ്ഞുങ്ങളായിട്ട് മാറിയെന്നാണ് ഐതിഹ്യം. അങ്ങനെ ഈ കൈക്കുഞ്ഞുങ്ങളെ വിവസ്ത്രയായിട്ട് തന്നെ അവർ പരിചരിച്ചു. അവർക്ക് വേണ്ട ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോൾ ഇതറിഞ്ഞ ദേവിമാർ വന്നിട്ട് ഭർത്താക്കന്മാരെ പഴയ രൂപത്തിൽ തന്നെ ആക്കി തരണമെന്ന് അപേക്ഷിച്ചു.